ലോക റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ UAEക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. കരയിലും കടലിലും ആകാശത്തുമൊക്കെ അത്ഭുതങ്ങൾ തീർക്കുന്ന രാജ്യം. ഇത്തവണ പുതുവർഷ പിറവിയിൽ 6 ലോക റെക്കോർഡുകളാണ് UAE സൃഷ്ടിച്ചത്. എണ്ണമറ്റ ലോക റെക്കോർഡുകളുടെ നാട് പുതുവർഷത്തെ വരവേൽക്കുന്ന കാഴ്ച. ആകാശത്ത് വർണ്ണക്കാഴ്ചകൾക്കൊപ്പം റെക്കോർഡുകളുടെ സ്വർണ്ണശോഭ. റാസൽ ഖൈമയിലെ അൽമർജാനിലും അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ വേദിയിലുമായാണ് പുതുവർഷത്തിൽ ലോക റെക്കോർഡുകൾ പിറന്നത്. നാലര കിലോമീറ്റർ നീളത്തിൽ വെടിക്കെട്ട്. അൽമർജാൻ ഐലൻഡിൽ നിന്നും അൽഹംറ വില്ലേജ് വരെ നീണ്ട കരിമരുന്ന് പ്രയോഗം. ഡ്രോണുകൾ ആകാശത്ത് ചിത്രമെഴുതി. നീളമേറിയ അക്വാറ്റിക് ഫയർ വർക്കിലും നീളമേറിയ ഡ്രോൺ ഷോയിലും റാസൽ ഖൈമയ്ക്ക് 2 ലോക റെക്കോർഡുകൾ. On behalf of Guinness World Records, it gives me great pleasure to announce that the Emirate of Ras Al Khaimah and Ras Al Khaimah Tourism Development Authority have achieved 2 new Guinness World Records titles for the longest chain of aquatic floating fireworks and the longest straight line drone display. വിസ്മയിപ്പിക്കുന്ന ഈ കാഴ്ചകൾക്ക് സാക്ഷിയാകാൻ പുതുവർഷ തലേന്ന് ഉച്ച മുതൽ അൽമർജാൻ ദ്വീപിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹമായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും ബീച്ചും പരിസരവും സന്ദർശക സാഗരമായി. 10-12 വർഷം ഇത് ആദ്യമായിട്ടാണ് ഫയർ വർക്ക്സ് കാണാൻ വരുന്നത് ഇവിടെ. അതെ, അതുകൊണ്ട് തന്നെ. ദുബായ് ലാൻഡിലാണ്. അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ വന്നത്. ഞാനിപ്പോൾ 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ. ഇപ്പോൾ ഞാൻ എല്ലാ വർഷവും ന്യൂ ഇയറിന് എല്ലായിടത്തും ഇങ്ങനെ പോകും. ദുബായിലെ പല പല സ്ഥലത്ത് ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് എല്ലാവരും പോകുന്നത്. ഹസ്ബൻഡിൻ്റെ കസിനും ഫാമിലിയാണ്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി എവിടെയെങ്കിലും പോകുന്നു. അപ്പോഴാണ് ഈ ലോക റെക്കോർഡ് ഉണ്ട് മർജാൻ ഐലൻഡിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് കഴിഞ്ഞ പ്രാവശ്യം വരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം ഒരു സെറ്റിലായിട്ട് ഫാമിലി ആയിട്ട് വന്നിരിക്കുക, നല്ല സൗകര്യങ്ങളുണ്ട്, മറ്റ് ഫെസിലിറ്റീസ് ആയാലും എല്ലാം നല്ലതാണ്, ഫുഡ് കാര്യങ്ങളെല്ലാം നല്ലതാണ്. ഞങ്ങളൊക്കെ ഇവിടെ 3-3:30 മണിക്കൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിനുള്ള ഒരു പ്രയാസം, എത്ര വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും, അതുപോലെ തന്നെ റോഡ് ഒരു റഷും കാര്യങ്ങളും ഇല്ല. അതുപോലെ ഇവിടെ ഇതിൻ്റെ അകത്തും കുട്ടികൾക്കായിക്കോട്ടെ മറ്റുള്ള ഈ സമയം വരെ വന്ന് 3 മണി മുതൽ ഞങ്ങളിവിടെ ഈ സമയം വരെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് യാതൊരുവിധ ടെൻഷനോ ഇല്ല, അങ്ങനെ ഒരു ബോറടിയോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ റെഡിയാണ്. ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഷാർജയിൽ വെടിക്കെട്ടില്ലാത്തതിനാൽ റാസൽ ഖൈമയിലേക്കാണ് ഇത്തവണ കൂടുതൽ പേർ എത്തിയത്. കുട്ടികൾക്കും കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം ഒരു സന്ധ്യയും രാവും നിറഞ്ഞ ആഘോഷം. Ras Al Khaimah this year they are going to do a world record, so we are here to see the world record firework and drones. First time you are coming? No, this is my second time. இங்கே நாங்கள் கூப்பிட்டு வந்தாங்க. நிறைய பிளேசஸ் இருக்கும், லைக் வேர்ல்ட் ரெக்கார்ட் இங்கே பண்ணுறதுனால சரி ஓகே அதை பார்க்கலாம், நாங்களும் பார்ட் ഓഫ് വേൾഡ് റെക്കോർഡ് ഇറക്കലാമേ அப்படின்னு வந்துட்டோம். ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ആഘോഷമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ദുബായ് ആണെങ്കിലും നാടാണെങ്കിലും, പക്ഷേ ഇവിടെ വന്നപ്പം ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ടോട്ടലി ഡിഫറെൻ്റ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഷാർജയിലാണ്. ഷാർജയിൽ ഇപ്രാവശ്യം നിർത്തിവെച്ചത് കാരണം പിന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആണെന്ന് കേട്ടു. അതായത് വേൾഡ് റെക്കോർഡ് നടക്കാൻ പോവാണ്. അപ്പോൾ അതിന് സാക്ഷിയാവാനും വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നതാണ്. മാത്രമല്ല ഇവിടെ എത്തിയപ്പോഴാണ് ഇത്രയും നല്ലൊരു സൗകര്യം റാസൽ ഖൈമ ഒരുക്കിയതായിട്ട് കാണുന്നത്. കുടുംബത്തോടും ബാച്ചേഴ്സായിട്ട് വന്നിട്ടും ആഘോഷിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലേസാണിത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് റാസൽ ഖൈമ ഈ ഒരു പ്രോഗ്രാമിന് വരുന്നത്. അതിന് മുന്നേ ഞങ്ങൾ ദുബായ് മാളിൽ പോയിട്ടുണ്ട്, അവിടുത്തെ ഫയർ വർക്ക്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് ഞാൻ വന്നിട്ടില്ല ഇതുവരെ. അപ്പം ഞാനാണ് പറഞ്ഞത് നമുക്ക് എല്ലാവരും കൂടി ഇപ്രാവശ്യം റാസൽ ഖൈമ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും കൂട്ടിക്കൊണ്ട് വന്നതാണ്. റാസൽ ഖൈമ ടൂറിസം ഡിപ്പാർട്ട്മെന്റാണ് റെക്കോർഡുകളുടെ പുതുവർഷാഘോഷം ഒരുക്കിയത്. ദുബായ്, ഷാർജ, ഉമ്മൽ ഖുവൈൻ, ഫുജൈറ തുടങ്ങി വിവിധ എമിറേറ്റുകളിൽ നിന്നും റെക്കോർഡ് കാഴ്ചകൾ കാണാൻ നിരവധി പേർ എത്തി. ഫാമിലി ഉണ്ടാകുമ്പോൾ വേറെ എവിടെയോ പോകണ്ടേ, അവരോട് പോയപ്പോലെ. വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഫയർ ക്രാക്കർ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു. ഭയങ്കര അമേസിംഗ് ആയിരുന്നു ഇപ്രാവശ്യം. വ്യത്യസ്തമായിട്ടാണ് ഡ്രോണിൻ്റെതൊക്കെ വന്നത്. ഇപ്പം ഇപ്രാവശ്യം വളരെ ഞങ്ങൾ എല്ലാ പ്രാവശ്യം വന്ന് കാണാറുണ്ട്. അതിൽ ഇപ്രാവശ്യം വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ടൈം ഒക്കെ ഇവിടെയായിരുന്നു വന്നത്. പിന്നെ ഇപ്രാവശ്യം ഷാർജയിലെത്തി ആഘോഷം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഓപ്ഷൻ ഇവിടെയുള്ളൂ, അങ്ങനെ ഇവിടെ വന്നു. അടിപൊളിയല്ലേ? എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുണ്ട്, അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നു.
ഇത്തവണ റാസൽ ഖൈമ എന്നൊക്കെ എഴുതിയിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ലോകത്തിലെ ഉയരമേറിയ കെട്ടിടമായ ബുർജ് ഖലീഫ, ഗ്ലോബൽ വില്ലേജ്, പാം ജുമൈറ എന്നിവയടക്കം 32 ഇടങ്ങളിലായിരുന്നു ദുബായിലെ വെടിക്കെട്ട്. ബുർജ് ഖലീഫ തന്നെയായിരുന്നു ആഘോഷങ്ങളുടെ ആകാശം മുട്ടുന്ന കാഴ്ചയുടെ കേന്ദ്രം. ഗ്ലോബൽ വില്ലേജിൽ 7 രാജ്യങ്ങളുടെ പുതുവർഷപ്പിറവി വെടിക്കെട്ടും കരുമരുന്നു പ്രയോഗങ്ങളുമായി വരവേറ്റു. ബോട്ടിലും അബ്രയിലും സഞ്ചരിച്ച് പുതുവർഷ കാഴ്ചകൾ കാണാനും ദുബായ് RTA അവസരമൊരുക്കി. അബുദാബി ഷെയ്ഖ് സായദ് ഫെസ്റ്റിവൽ വേദി പുതുവർഷാഘോഷത്തിൽ 4 റെക്കോർഡുകളുടെ വേദിയായി മാറി. ഏറ്റവും ദൈർഘ്യമേറിയ വെടിക്കെട്ട്, ഡിസൈൻ, വെടിക്കോപ്പുകളുടെ അളവ്, 5000 ഡ്രോണുകളുടെ ഷോ എന്നിവയിലാണ് റെക്കോർഡ്. 1 മണിക്കൂർ നീണ്ടതായിരുന്നു സായിദ് ഫെസ്റ്റിവൽ വേദിയിലെ അമ്പരപ്പിക്കുന്ന വെടിക്കെട്ട്.